ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരം മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി മത്സരം കാണാത്തവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണെങ്കിലും ഒരു ഗംഭീര മത്സരം എന്നല്ല, കാർഡുകളുടെ ഒരു മേളം തന്നെ ആയിരുന്നു. നിരവധി കാർഡുകളായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. 4 റെഡ് കാർഡുകളാണ്, പിന്നെ മത്സരം കഴിഞ്ഞിട്ട് ഒരു റെഡ് കാർഡ്, അങ്ങനെ 5 റെഡ് കാർഡുകളാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. അതുപോലെ തന്നെ മത്സരത്തിൻ്റെ അവസാനം അടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗംഭീര മത്സരമായിരുന്നു. 2-1 മുംബൈ സിറ്റി വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റഫറി കയ്യും കണക്കില്ലാതെ യെല്ലോ കാർഡുകൾ വരുന്നവർക്കും ഫൗൾ ചെയ്യുന്നവർക്കും സംസാരിക്കുന്ന റഫറിനോട് ചൂടാവുന്നവർക്കൊക്കെ യെല്ലോ കാർഡ് എടുത്ത് കൊടുക്കുകയായിരുന്നു. ഫുൾ കാർഡുകൾ എറിഞ്ഞിടുകയായിരുന്നു റഫറി എന്ന് തന്നെ പറയാം. റഫറിമാരുടെ കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനത്തെ റഫറിമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ ഉണ്ടാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ കണ്ടിട്ട് മോഹൻ ബഗാൻ ഫാൻസ് അതുപോലെ മറ്റ് ഫാൻസൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കളിയാക്കാറുണ്ട്. ഇപ്പം എങ്ങനെയായാലും എല്ലാവർക്കും കർമ്മ തിരിച്ച് കിട്ടുന്നുണ്ട്. മോഹൻ ബഗാനും മുംബൈക്കും എല്ലാവർക്കും നല്ല രീതിയിൽ റഫറിയുടെ ഭാഗത്തുള്ള ഓരോ പൊട്ടത്തരങ്ങൾ കാരണം ഓരോ ബാഡ് ഡിസിഷൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാലും സന്തോഷം നൽകുന്ന കാര്യമാണ്. എങ്ങനെയാലും മത്സരത്തിൻ്റെ 13-ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് കിട്ടി തുടങ്ങിയിട്ട് ആകാശ് മിശ്രക്ക് റെഡ് കാർഡ് കിട്ടി. മൻവീർ സിംഗിനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് പിന്നെ അവർ 10 പേരായിട്ടാണ് ചുരുങ്ങിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ 54 മിനിറ്റ് സെക്കൻഡ് ഹാഫിലാണ് അവർക്ക് ആശിഷ് റായിക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. അങ്ങനെ ഈക്വലായി 44 മിനിറ്റിൽ 25 മിനിറ്റിൽ ജേസൺ കുമിങ്സ് ഗോൾ അടിച്ചു. പിന്നെ ഗ്രെഗ് സ്റ്റുവാർട്ട് 44 മിനിറ്റ് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. 73 മിനിറ്റിൽ ബിപിൻ സിംഗ് ആണ് അവരുടെ വിജയ ഗോള് നേടിയത്. പിന്നെ അതിനുശേഷം 54 മിനിറ്റിൽ ആശിഷ് റായ് റെഡ് കാർഡ് നേടി. പിന്നെ 57 മിനിറ്റിൽ ലിസ്റ്റൻ കൊലാസോ റെഡ് നേടി. അത് വെറുതെ റെഡ് നേടിയാണ്, വെറുതെ സംസാരിച്ചിട്ട് റഫറിൻ്റെ അടുത്ത് പോയിട്ട് വെറുതെ സംസാരിച്ചിട്ട് റെഡ് നേടിയാണ്. പിന്നെ 88 മിനിറ്റിൽ ഗ്രെഗ് സ്റ്റുവാർട്ട് ഒരു യെല്ലോ കാർഡ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ സസ്പെൻഷൻ ആയിരുന്നു. ഒപ്പം ഒരു റെഡ് കാർഡ് കൂടി നേടി ഒരു അഭിനയിച്ചതാണ്. ബോക്സിൽ പോയിട്ടൊന്ന് ഡൈവ് ചെയ്തു, അതിന് യെല്ലോ കാർഡ് കിട്ടി. അങ്ങനെ ഗ്രെഗ് സ്റ്റുവാർട്ടിനും റെഡ് കിട്ടി. അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷമില്ലെന്ന് കാര്യം എന്താ വെച്ചാൽ അടുത്ത കളി മുംബൈക്ക് ബ്ലാസ്റ്റേഴ്സിനെറ്റാണ്. ഗ്രെഗ് സ്റ്റുവാർട്ട് ബ്ലാസ്റ്റേഴ്സിനെറ്റുള്ള കളിക്ക് ഉണ്ടാവില്ല, ആകാശ് മിശ്ര ഉണ്ടാവില്ല, അതുപോലെ തന്നെ വിക്രം പ്രതാപ് സിംഗിനും മത്സരശേഷം റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു തല്ലുണ്ടാക്കിയതിനെ തുടർന്ന്. അപ്പോൾ വിക്രം പ്രതാപ് സിംഗും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല. അപ്പോൾ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ലൂണൊന്നും ഇല്ലാതിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ആശ്വാസം നൽകുന്നതാണ് അവരുടെ കുറച്ച് മെയിൻ പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ആകെ അടിയും പിടിയൊക്കെ ആയിരുന്നു അവസാനത്തെ അടിയും ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഇനി എന്തെങ്കിലും കൂടുതൽ പേർക്ക് റെഡ് കാർഡ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അതുപോലെ ഇരു ടീമും അൺബീറ്റൺ ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടീമിൻ്റെ അൺബീറ്റൺ അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. മോഹൻ ബഗാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനത്തിന് മാറ്റങ്ങളൊന്നുമില്ല. 10 കളിയിൽ 20 പോയിൻ്റായിട്ട് അവിടെ തന്നെ ഉണ്ട്. മുംബൈ സിറ്റി 19 പോയിൻ്റ് ആയിട്ടുണ്ട്, തൊട്ടടിയിൽ തന്നെ ഉണ്ട്. അവന് മുംബൈനായിട്ടുള്ള കളിയിൽ എന്താവും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കുറേ അഡ്വാൻറ്റേജും ഈ മത്സരത്തോടു കൂടി ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആ വീഡിയോ അവസാനിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്താൻ. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാത്തവരേക്കും ബൈ.